സ്റ്റേഷനിൽ നിന്നായിരുന്നു ഇറങ്ങിയത് ചേട്ടൻ? ഞാൻ സ്റ്റേഷനിൽ കയറിയില്ലല്ലോ. ജസ്റ്റ് നമ്മൾ വിളിപ്പിച്ചതാണ്. കാരണം അവരെ കോൺടാക്റ്റിലുള്ള ആൾക്കാരും പിന്നെ അവർക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അതായത് എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവരെൻ്റെ ജിമ്മിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ആൾക്ക്. എനിക്കറിയാം, കാരണം അവർ ഒരുപാട് അത്യാവശ്യം കോൺടാക്ട്സ് ഉള്ളതാണ്. എൻ്റെ നമ്പറിലൊക്കെ ആൾക്കാർ കുറവാണ് ഇവിടെ. അപ്പോൾ എന്നെയും വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛന് വയ്യ, ഒരു പൈസ തരാമോ എന്ന് ചോദിച്ചു. പലവട്ടം ഒഴിഞ്ഞ് മാറാൻ നോക്കി, കാരണം എല്ലാവർക്കും ചോദിക്കണമെന്ന് കൊടുക്കാറില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആളുടെ അച്ഛന് സുഖമില്ലെന്ന് സത്യമാണ്. അങ്ങനെ ഞാനൊരു 8,000 ഇട്ട് കൊടുത്തു. 8,000 ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനുള്ളിൽ എന്നെ വിളിച്ചിട്ട് രാവിലെ എന്നെ വിളിച്ച് പറയാം, ഗിരി ചേട്ടാ അപ്പം മരിച്ചു എന്ന് പറയണം. അപ്പം മരിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എന്ത് പറ്റി എന്ന് വെച്ചിട്ട് അങ്ങനെ ഈ അസുഖം കൊണ്ട് സംഭവിച്ചാണ്. അപ്പോൾ എനിക്കൊരു 1,000 തരൂ, പെട്ടെന്ന് എന്തെങ്കിലും പൈസ ഇല്ല, വീട് ഒരു പറഞ്ഞു നോക്കും. അപ്പോൾ 1,000 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നീ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട, 2,000 ഇട്ടു ഇതൊന്നും പൊക്കോ, ഇത് മതി, ഇനിയിപ്പോൾ ആരോടും ചോദിക്കാൻ നിൽക്കണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് തരാമെന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ ചെന്നിട്ട് മരിച്ച് കിടക്കണ ബോഡി വരെ എനിക്ക് കിട്ടുന്നു, നാളെ വിശ്വാസം ലഭിക്കാൻ വേണ്ടി. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം അപ്പോൾ അവർക്ക് പണ്ടിട്ടുള്ള തന്നെ എല്ലാവരും അവർ വിളിപ്പിക്കും, അവരെ കോൺടാക്ട്സിലേക്ക് കോൾ എന്നിട്ട് വിളിപ്പിക്കും. ഇതൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത്. അതിന് ചില ആൾക്കാർ ഇങ്ങനെ വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വേറെ സാധനമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ